പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും വചനവുമായി ദൈവം നിർത്തിയിരിക്കുന്ന കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. യിരെമ്യാവ് 33:6. ഇതാ ഞാൻ രോഗശാന്തിയും ആരോഗ്യം വരുത്തി അവരെ സൗഖ്യമാക്കുകയും സമാധാനത്തിൻ്റെ സത്യത്തിൻ്റെ സമൃദ്ധി അവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്യും. ഏതൊക്കെ രോഗങ്ങളിലാണോ ഭാരപ്പെടുന്നത് ആ രോഗത്തിനെല്ലാം സൗഖ്യമാക്കുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. മത്തായി 4:24 നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവിടെ സകല വ്യാധിയാലും ഭാരപ്പെട്ടവരെ യേശു സൗഖ്യമാക്കിയത്, ശിഷ്യന്മാർ സൗഖ്യമാക്കിയത്. ഈ സൗഖ്യമുണ്ട്. അനേക ദൈവദാസന്മാരിലൂടെ അനേക രോഗികളെ സൗഖ്യമാക്കുന്നു പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ. അങ്ങനെയെങ്കിൽ നമ്മൾ ഒന്ന് മാത്രം ചെയ്താൽ മതി. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ മാത്രം മതി. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലൂടെ അനേക ദൈവമക്കൾ സൗഖ്യമാക്കിയ ആ സൗഖ്യം ഇപ്പോഴും ഉള്ളതുകൊണ്ട് ഹല്ലേലൂയ, നമ്മൾ കർത്താവിനോട് വിശ്വസിക്കുക മാത്രം ചെയ്യുക. എൻ്റെ രോഗത്തിന് സൗഖ്യം തരാൻ കഴിയുന്നവനാണ് എൻ്റെ കർത്താവ്. ഹല്ലേലൂയ. രോഗത്താൽ ഭാരപ്പെടുന്ന എന്ത് രോഗമായിക്കോട്ടെ, കാലപ്പഴക്കമായി ചെന്നതായിക്കോട്ടെ, ഹല്ലേലൂയ, ഡോക്ടർമാർ തള്ളിയതായിക്കോട്ടെ, ഹല്ലേലൂയ, ഇതിനിയും ഹല്ലേലൂയ മെഡിക്കേഷൻ ഇല്ല, ഹല്ലേലൂയ ഇതിനിയും ഹല്ലേലൂയ ഇതിനൊരു ട്രീറ്റ്മെൻറ്റും ഇല്ല എന്ന് പറയുന്ന അവസ്ഥയായിക്കോട്ടെ, നമ്മുടെ ദൈവത്തിന് ആ രോഗത്തിന് സൗഖ്യമാക്കുവാൻ ഹല്ലേലൂയ കഴിയും എന്നുള്ള വിശ്വാസം നമ്മളിലോട്ട് വരട്ടെ. നമ്മൾ വിശ്വസിക്കുക മാത്രം ചെയ്യുക. ആരോഗ്യമുള്ള ശരീരം ദൈവം നമുക്ക് തരേണ്ടതിനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക മാത്രം ചെയ്യുക. ഹല്ലേലൂയ. പിന്നീട് നമുക്ക് ആ വചനത്തിൽ കാണുന്നുണ്ട് സമൃദ്ധി വെളിപ്പെടുത്തുന്നു. ഒന്നാമത്തെ സമൃദ്ധി വെളിപ്പെടുന്നത് ഹല്ലേലൂയ സമാധാനത്തിൻ്റെ സമൃദ്ധിയാണ്. ഹല്ലേലൂയ. ഇനി ലോകത്തിൽ ഹല്ലേലൂയ ഇല്ലാത്തതൊന്നാണ് സമാധാനം. അനേകർ ഭാരപ്പെടുകയാണ് സമാധാനമില്ലാതെ. ഹല്ലേലൂയ. എന്നാൽ വചനം പറയുകയാണ്, ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് സമാധാനം തരുന്നു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പക്കൽ എന്താണ്? സമാധാനമുണ്ട്. വചനം ഇങ്ങനെയാണ് വായിക്കുന്നത്. യോഹന്നാൻ 14:27 സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നത് പോലെയല്ല നിങ്ങൾക്ക് തരുന്നത്. ആമേൻ. ഹല്ലേലൂയ. ലോകത്തിൻ്റെ സമാധാനം നിലനിൽക്കുന്നതല്ല. ഹല്ലേലൂയ. സോഷ്യൽ മീഡിയകൾ ഉണ്ടായിരിക്കാം, ഹല്ലേലൂയ നമുക്ക് പറ്റിയ ഫ്രണ്ട്സ് ഗ്രൂപ്പ് സർക്കിളുകൾ ഉണ്ടായിരിക്കാം. എന്നാൽ അവരോടൊക്കെ ഷെയർ ചെയ്താലൊന്നും ഒരു ഹല്ലേലൂയ ഒരു പെർമനൻ്റ് ആയിട്ടുള്ളൊരു റിലീഫ് ലഭിക്കുകയില്ല. എന്നാൽ കർത്താവായ യേശുക്രിസ്തു ഇവിടെ പറയുകയാണ്, ലോകം തരുന്നത് പോലെ അല്ല ഹല്ലേലൂയ കർത്താവായ യേശുക്രിസ്തു നമുക്ക് സമാധാനം തരുന്നത്. ആമേൻ. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ നമ്മളിങ്ങനെ ചെയ്യണം. ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെയാണ് വചനം പറയുന്നത്. ആ സമാധാനം ഹൃദയങ്ങളിൽ വാഴാൻ വേണ്ടി ഹല്ലേലൂയ നമ്മൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ലോകത്തിൽ കഷ്ടമുണ്ട് എങ്കിലും നമ്മൾ ധൈര്യപ്പെടണം. ഹല്ലേലൂയ. ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്നാണ് ഹല്ലേലൂയ പറയുന്നത്, വചനം പറയുന്നത്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നമ്മൾ ആ വചനത്തിൽ വിശ്വസിക്കണം. മത്തായി 5:9 കാണുന്നുണ്ട്, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. നമ്മൾ സമാധാനം ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കണം. ഹല്ലേലൂയ. അസ്വസ്ഥരായ വിഷയങ്ങൾ ഭാരപ്പെടാതെ സമാധാനക്കേട് ഉണ്ടാക്കുകയല്ല ചെയ്യേണ്ടത്, സമാധാനം ഉണ്ടാക്കുന്നവരായി തീരണം. എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പീൻ എന്നാണ് വചനം പറയുന്നത്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ നമ്മൾ സമാധാനം ആചരിച്ച് നമുക്കൊരു ശുദ്ധീകരണം ഹല്ലേലൂയ പ്രാപിക്കാൻ വേണ്ടി നമ്മൾ ഉത്സാഹിക്കണം. യെശയ്യാവ് 48:18 പറയുന്നത് പോലെ നിന്റെ സമാധാനം നദി പോലെയാകും. ഹല്ലേലൂയ. ആ ഒരു സമാധാനം നമ്മളിലേക്ക് വെളിപ്പെടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. രണ്ടാമത് സമൃദ്ധി വെളിപ്പെടുന്നത് എവിടെയാണ്? സത്യത്തിൻ്റെ സമൃദ്ധിയാണ്. ഹല്ലേലൂയ. വചനം പറയുന്നത്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാവുന്നു എന്നാണ് യേശു ക്രിസ്തു പറയുന്നത്. ഹല്ലേലൂയ. എങ്ങനെയെങ്കിൽ ആ സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ നമ്മളെ സത്യത്തിൽ വഴി നടത്തും. ഹല്ലേലൂയ. അതിനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഹല്ലേലൂയ. ആ യേശു ക്രിസ്തുവിൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ വാസ്തവമായി എന്താണ്? സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുമെന്ന് യോഹന്നാൻ 8:31 കാണാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് സത്യത്താൽ വിശുദ്ധീകരിക്കണമേ, സത്യത്തിൽ എന്നെ നടത്തി പഠിപ്പിക്കണമേ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ സത്യമായി വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും യഹോവ സമീപസ്ഥനാണ്. ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ സത്യത്തിൽ നമ്മളെ സന്തോഷിപ്പിക്കുകയും സത്യം സംസാരിക്കുകയും സത്യത്തിൽ നമ്മൾ ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ ജീവിക്കുവാനും സത്യം നമ്മളിലൂടെ
ഹല്ലേലൂയ പ്രവർത്തിക്കുവാൻ, സത്യത്തിലൂടെ നമ്മൾ പ്രവർത്തിക്കുവാനും ഒക്കെ ഇടയാകും. ഹല്ലേലൂയ. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ഈ വചനം കേൾക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി ഹല്ലേലൂയ ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്വർഗ്ഗപിതാവും ദൈവമേ. ഹല്ലേലൂയ. ഈ വചനം കേൾക്കുന്ന എല്ലാ ദൈവത്തിൻ്റെ മക്കളെയും ഹല്ലേലൂയ ഹല്ലേലൂയ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ആരെങ്കിലും രോഗത്താൽ ഭാരപ്പെടുന്നുവെങ്കിൽ ദൈവമേ രോഗസൗഖ്യം കൊടുക്കണമേ. ആരെങ്കിലും കർത്താവെ അസ്വസ്ഥകളാൽ ആരോഗ്യമില്ലാതെ ഹല്ലേലൂയ ഭാരപ്പെടുന്നെങ്കിൽ ദൈവം അവരെ സൗഖ്യപ്പെടുത്തുമാറാകണമേ. അവരുടെ ജീവിതത്തിൽ ഒരു സമൃദ്ധി ദൈവം വെളിപ്പെടുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സമാധാനത്തിൻ്റെ സമൃദ്ധി, സത്യത്തിൻ്റെ സമൃദ്ധി വെളിപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവം അവരെ അനുഗ്രഹിച്ചാട്ട്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.